ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാത്തരം കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു. ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി അമ്പലപ്പുറത്ത് UDF വനിതാ സ്ഥാനാർത്ഥിയുടെ വീടിന് നേരെ ആക്രമണം നടന്നതായി പരാതി. മുറ്റത്ത് 4ഓളം വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന വീടിന്റെ സിറ്റ് ഔട്ടിലേക്ക് മാലപ്പടക്കം എറിഞ്ഞു. ചെടിച്ചട്ടികൾ വാരി വലിച്ചിട്ടു. കാർ പോർച്ചിൽ നിർത്തിയിട്ട കാരണം കേടുപാടുകൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതായി UDF സ്ഥാനാർത്ഥിയും വീട്ടുടമയുമായ TN ലളിത ടീച്ചർ പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 8 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് എതിർ സ്ഥാനാർത്ഥിയുടെ ജാഥകം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പടിക്കലിങ്ങനെ കണ്ടമാനം പടക്കം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വന്ന് എൻ്റെ സിറ്റ് ഔട്ടിൽ പടക്കം പൊട്ടുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് നേരം, ഒരു അരമണിക്കൂർ എൻ്റെ വീട്ടിൻ്റെ പടിക്കലും എൻ്റെ വീട്ടിലായിട്ട് അവർ പടക്കം എറിഞ്ഞ് പൊട്ടിച്ചു. എൻ്റെ സ്കൂൾ വണ്ടികൾ എടുക്കുന്നുണ്ട്, എൻ്റെ കാറ് എടുക്കുന്നുണ്ട്. അതൊക്കെ അപകടം പറ്റാവുന്ന ഒരവസ്ഥയിലാണ് അവർ പടക്കം എറിഞ്ഞിരുന്നത്. പിന്നെ ഞാൻ പേടിച്ചിട്ട് വാതിൽ തുറന്നില്ല. ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ, അതുകൊണ്ട് ഞാൻ വാതിൽ തുറന്നില്ല. അപ്പോൾ ഇത്രമാത്രം അക്രമങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഒരു സ്ഥാനാർത്ഥി ജയിക്കും, ഒരു സ്ഥാനാർത്ഥി തോൽക്കും, അതൊക്കെ സാധാരണയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അക്രമങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്ക് ധാരാളം ഉണ്ടായി. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിരുന്നു, എന്നെ പറ്റിയിട്ട് എന്തൊക്കെയോ അവരിങ്ങനെ പുലമ്പണുണ്ടായിരുന്നു, വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതൊന്ന് രാത്രി ആയതുകൊണ്ടും പിന്നെ അവരുടെ ബഹളം കാരണം എനിക്ക് ശരിക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആൾക്കാരാരാണെന്നും എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ വാതിൽ തുറന്നില്ല. പിന്നെ എൻ്റെ എതിർ സ്ഥാനാർത്ഥിയുടെ ജാഥയിലാണ് ഇതൊക്കെ ഉണ്ടായിട്ടുള്ളത്. സംഭവത്തിന് പുറകിൽ എതിർ പാർട്ടിയിൽപ്പെട്ടവരാണെന്നും ലളിത ടീച്ചർ ആരോപിച്ചു. വടക്കാഞ്ചേരി നഗരസഭയിൽ നിന്നും മണക്കുളം ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലളിത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിരുന്നു. വിവരമറിഞ്ഞ് പ്രതിഷേധവുമായി UDF നേതാക്കളും സ്ഥലത്തെത്തി. സംഭവത്തിന് പുറകിൽ CPM ആണെന്ന് DCC സെക്രട്ടറി K അജിത് കുമാർ ആരോപിച്ചു. പ്രീമിയം സ്റ്റീൽ വാതിലുകളും UPVC സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കമേഴ്ഷ്യൽ കിച്ചൺ അപ്ലയൻസസ് കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ചെയ്യും. പ്രൊഡക്റ്റ് ഏതുമാവട്ടെ, മറ്റെവിടെയും ഇല്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും SRS മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകും. SRS മെറ്റൽ ഇൻഡസ്ട്രീസ്, കാഞ്ഞിരക്കോട്, വടക്കാഞ്ചേരി. കാലം മായ്ക്കാത്ത കരുത്ത്.